ഏതൊരു ഹസ്ലറിന്റെയും ആഗ്രഹം ഇത് തന്നെയായിരിക്കും. അതിപ്പോ സ്വന്തം സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും ശരി, എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ശരി. എല്ലാ ദിവസവും പുതിയൊരു റേസാണ്. എന്നാൽ ഈ റേസിൽ തലച്ചോറ് ഒരിക്കലും മരവിക്കുന്നില്ല, ജോലിയാണെങ്കിൽ ഒരിക്കലും നിലയ്ക്കുന്നതുമില്ല. അതിപ്പോ ബോർഡ് റൂം ആവട്ടെ, ഡെസ്ക് ആവട്ടെ, ബെഡ്റൂം ആവട്ടെ, മീറ്റിംഗ് റൂം ആവട്ടെ, ബുദ്ധിയുടെ ടാപ്സ് എപ്പോഴും തുറന്നു കിടക്കുക തന്നെയായിരിക്കും. പിന്നെയാണ് അവിടെ ഒരു മൂവ്മെന്റ് വരുന്നത്, അതായത് മൈൻഡ് ഓവർലോഡ് ആവുന്ന ഒരു സമയം. അങ്ങനെ അപ്പോ നമ്മുടെ എനർജി, ഫോക്കസ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഇമ്പാക്ട് ആവും. പറയാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. അത് നമ്മുടെ സ്ട്രെസ്, സ്ലീപ്പ്, സ്റ്റെപ്സ് എല്ലാം ട്രാക്ക് ചെയ്യും. പക്ഷേ ഒരു ഹസ്ലറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ പ്രോസസ് എല്ലാം മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ടൈറ്റൻസ് ഹസ്ലറുടെ കയ്യിൽ സ്ലോ റിക്കവറി എന്നൊരു ലക്ഷ്യം ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ഫൗണ്ടേഴ്സ് സ്റ്റാഫിനോട് എന്താ പറയാറ്? പ്രോബ്ലംസ് കൊണ്ടുവരേണ്ട, സൊല്യൂഷൻ കൊണ്ടുവന്നല്ലേ. സൈക്കിഡെലിക്സ് അതുപോലൊരു ടീംമേറ്റ് ആണ്. സൈക്കിഡെലിക്സ് ആർ ഹെഡ്ഫോൺസ് ബിയോണ്ട് മ്യൂസിക്. ഇത് വെറും മ്യൂസിക് പ്ലേ ചെയ്യല്ല, നിങ്ങൾ സ്ട്രെസ്ഡ് ആവട്ടെ, സ്ലീപ്പി ആവട്ടെ, ഫോക്കസ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാവട്ടെ, എല്ലാം ട്രാക്ക് ചെയ്യും. ലുക്സ് വെരി ഇംപ്രസീവ്. പക്ഷേ ഒരു 20 മിനിറ്റ് ബൂസ്റ്റ് മോഡിൽ ഇത് നിങ്ങൾക്ക് തരുന്നു സോൺ ഷിഫ്റ്റ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റർ മീറ്റിംഗിന് മുമ്പ് ക്ലാരിറ്റിയാണ് വേണ്ടതെങ്കിൽ ഫോക്കസ് മോഡ് ഓണാകും. വളരെ ടെൻഷൻ നിറഞ്ഞ പ്രശ്നം പിടിച്ച ഒരു ദിവസത്തിന് ശേഷം റിലാക്സ് മോഡാണ് വേണ്ടതെങ്കിൽ അൺവൈൻഡ് ഓൺ. ഇനിയിപ്പോ അഥവാ കോട്ടിനെ ഡിപ്ലോയ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബ്രെയിനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് മോഡ് ഓൺ ആകും. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് 500+ ഹസ്ലേഴ്സിൽ യൂസ് ചെയ്തു. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിൽ 92% എഫിക്കസി റിലാക്സേഷനിലും സ്ലീപ്പ് മോഡിലും ഉണ്ട്. അതുപോലെ 87% എഫിക്കസി ഫോക്കസിലും പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ട്. അതുമാത്രമല്ല, ഹസ്ലേഴ്സ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ദിവസം മുഴുവൻ സർജറീസ് ചെയ്തതിനു ശേഷം അവരെ സംബന്ധിച്ച് ഉറങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ എന്താ കണ്ടെന്നുള്ളത് മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് അവരെ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഉറങ്ങാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ കഴിയും. സൈക്കിഡെലിക് നിങ്ങൾക്ക് പറ്റിയ വളരെ നല്ലൊരു ബാക്കപ്പ് സിസ്റ്റമാണ്. ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു എവറി ഡേ. അപ്പോൾ എന്റെ ആസ്ക് എന്താണെന്ന് പറയാം. 10 crores-ന് 7.5% stakes in my company. Thank you. അല്ല, നിങ്ങൾ ഈ ഹസ്ലർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും ഹൃദയത്തിലാണ് കൈവച്ചത്. വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ സ്റ്റുഡൻസ് ആവട്ടെ, പ്രൊഫഷണൽസ് ആവട്ടെ, അവർക്കൊക്കെ ഈ ഹസ്ലർ വേർഡിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളെ പറ്റി 2 വാക്ക് പറയൂ. എവിടെയാണ് പഠിച്ചത്? ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എനിക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ്, GB നോയിഡയിൽ നിന്ന്. പിന്നെ ഞാൻ സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സർക്യൂട്ട് ഡിസൈനിൽ മാസ്റ്റേഴ്സും ചെയ്തിരുന്നു. അതിനുശേഷം ഞാനൊരു 7 വർഷം ജർമ്മനിയിൽ ആസ് എ ഫിസിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ഓട്ടോമാറ്റിക് കാർസിന് വേണ്ടി ചിപ്സ് ഉണ്ടാക്കിയിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ല, അപ്പൊ ഈ ഐഡിയ എങ്ങനെയാ ഉണ്ടായത്? എന്തായാലും നിങ്ങൾ നേരത്തെ സ്വയം ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കാണുമല്ലോ. ആക്ച്വലി എന്റെ മൂത്ത ചേച്ചിക്ക് 2016 ഒരു ബ്രെയിൻ ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മാസത്തോളം ചേച്ചി അപ്പോളോയിലെ സ്ട്രോക്ക് ICUലായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഷീ പാസ്ഡ് അവേ. അന്ന് എനിക്ക് തോന്നിയിരുന്നു അവളുടെ ബ്രെയിൻ ശരിക്കും അളന്ന് നോക്കാൻ പറ്റിയ പാകത്തിനൊരു മെഷീൻ ഉണ്ടായിരുന്നില്ലല്ലോ. ആക്ച്വലി അവൾ മരിച്ചുപോയ സമയത്ത് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നോ വേറെ ഒരു തരത്തിലുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എന്റെ കോഫൗണ്ടർ എന്റെ ഹസ്ബൻഡ് തന്നെ. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചു EEG. പിന്നെ എന്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ന്യൂഫിനി ആയിരുന്നു. അതൊരു ബ്രെയിൻ വേരിയബിൾ ഡിവൈസ് ആയിരുന്നു. അത് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഫസ്റ്റ് ബ്രെയിൻ വേരിയബിൾ ഡിവൈസ് ആയിരുന്നു. അത് നിങ്ങളുടെ സ്ട്രെസ്സും ഫോക്കസും ഒക്കെ മെഷർ ചെയ്തിട്ട് ന്യൂറോ ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഞങ്ങൾ 4 വർഷത്തോളം അതിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ അതിനെ 2.5 CR ഏകദേശം അതുവരേക്ക് സ്കെയിൽ ചെയ്തു. പക്ഷെ പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ കണ്ടൊരു വിഷനിലേക്ക് അത് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ എല്ലാ ലേണിംഗ്സും എടുത്ത് ഈ പ്രോഡക്റ്റിലിട്ടു. ബട്ട് ഇറ്റ്സ് എ സെയിം കമ്പനി ഇൻ ബിസിനസ്. എനിക്ക് ഒരു തവണ ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. യെസ് മാം, പ്ലീസ്. വരൂ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ സെയിം ഫ്രീക്വൻസി മ്യൂസിക് കൊണ്ട് റിലാക്സ് ആവാൻ പറ്റുമോ? യെസ് മാം. ജനറലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അതായത് ന്യൂറോ സയൻസിൽ നമ്മുടെ ഈ ആൽഫ, ബീറ്റ, ഡെൽറ്റ, ബീറ്റ, ഗാമ ബ്രെയിൻ ഉണ്ടല്ലോ, വേവ്സ് ഉണ്ടല്ലോ. അതിലെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റ ബ്രെയിൻ വേവ്സിൽ 1 മുതൽ 4 ഹെർട്സ് വരെ ഉള്ളത് അത് എല്ലാവരിലും ഒരുപോലെയാണ്. വേറെ പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ലെങ്കിൽ അത് 5 തവണ ചേഞ്ച് ആകും. ഫോർ എ നോർമൽ ഫംഗ്ഷനിങ് ബ്രെയിൻ ഈ ഫ്രീക്വൻസി സെറ്റ് ആകും. അതെല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ഈ ഹാർട്ട് ബീറ്റ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ബ്രെയിൻ വേവ്സ്. ഓക്കെ.